ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹിമാലയത്തിൻ്റെ ഉപവിഭാഗത്തെക്കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നമ്മൾ 5 തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നും പർവ്വതങ്ങളും. അങ്ങനെ 5 നമ്മൾ ഹിമാലയത്തെ തരംതിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം കാശ്മീർ ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഇതിൽ ഉൾപ്പെടുന്നു. കാശ്മീർ ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കറും പീർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നു. കരേവ മണ്ണുകൾ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയത്തിലെ മണ്ണ് ഇനമാണ് കരേവ മണ്ണ്. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവ മണ്ണ്. അതുകൊണ്ട് കാശ്മീർ ഹിമാലയത്തിൽ കുങ്കുമം കൃഷി ചെയ്യുന്നു. പ്രധാന ഹിമാനികൾ ആയിട്ടുള്ള സിയാച്ചിൻ, ബോൽതാരോ എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയുള്ള പ്രധാന ഹിമാനികൾ സിയാച്ചിനും ബോൽതാരോ എന്നിവയാണ്. സോജില ചുരം, ബനിഹാൾ ചുരം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 എന്നിവയും സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. ഏതൊക്കെ? സോജില ചുരം, ബനിഹാൾ ചുരം തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചുരങ്ങളും അതേപോലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2വും സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. മൂളാർ തടാകം, ദാൽ തടാകം എല്ലാം സ്ഥിതി ചെയ്യുന്നതും കാശ്മീർ ഹിമാലയത്തിലാണ്. മൂളാറും ദാലും അതേപോലെ സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഉത്ഭവിച്ചു വരുന്നതും നമ്മുടെ കാശ്മീർ ഹിമാലയത്തിൽ നിന്നുമാണ്. വൈഷ്ണോദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ എന്നിവയും കാശ്മീർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. വൈഷ്ണോദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ എന്നിവ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ എന്നീ പർവ്വതനിര കരേവ മണ്ണ് കാണപ്പെടുന്നു. അതുകൊണ്ട് കുങ്കുമം കൃഷി ചെയ്യാം. പ്രധാന ഹിമാനിയായിട്ടുള്ള സിയാച്ചിൻ, ബോൽതാരോ എന്നിവ സ്ഥിതി ചെയ്യുന്നു. സോജില ചുരം, ബനിഹാൾ ചുരം എന്നിവ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. അത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. മൂളാർ തടാകം, ദാൽ തടാകം എല്ലാം സ്ഥിതി ചെയ്യുന്നു. സിന്ധുവും അതിന്റെ പോഷക നദികളും ഉത്ഭവിക്കുന്നത് കാശ്മീർ ഹിമാലയത്തിൽ നിന്നുമാണ്. വൈഷ്ണോദേവി ക്ഷേത്രവും അമർനാഥ് ഗുഹയും കാണപ്പെടുന്നതും കാശ്മീർ ഹിമാലയത്തിലാണ്. അടുത്തതായിട്ട് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ആണ്. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നീരൊഴുക്കുകൾ. സിന്ധുവും ഗംഗ പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളാണ്. ഈ പ്രദേശത്തൂടെയാണ് പ്രധാനമായിട്ട് നീരൊഴുക്കുണ്ടാകുന്നത്. ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ലഡാക്ക് ശീത മരുഭൂമിയായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയൊരു ശീത മരുഭൂമിയാണ് ലഡാക്ക്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൽ വരുന്നത്. ഗ്രേറ്റ് ഹിമാലയം, ലെസർ ഹിമാലയം, ശിവാലിക് എന്നിവ വ്യക്തമായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഗ്രേറ്റ് ഹിമാലയം എന്നും ലെസർ ഹിമാലയം എന്നും ശിവാലിക് നിരയും വ്യക്തമായിട്ട് കാണപ്പെടുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ധർമ്മശാല, മുസോറി, ഷിംല തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നതും ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ധർമ്മശാല, മുസോറി, ഷിംല. ധർമ്മശാല, മുസോറി, ഷിംല തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നു
ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. പ്രധാനപ്പെട്ട ഡ്യൂൺസുകളായിട്ടുള്ള ഡെറാഡൂൺ, ഹരിക്കേഡൂൺ എന്നിവയും കാണപ്പെടുന്നത് നമ്മുടെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. പ്രധാന ഡൂണുകളായ ഡെറാഡൂണും ഹരിക്കേഡൂൺസും കാണപ്പെടുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഏറ്റവും വലിയ ഡൂൺ ഇതിൽ ഡെറാഡൂൺ ആണ്. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ. ഫോട്ടിയ ഗോത്രവർഗക്കാർ അധിവസിക്കുന്നതും നമ്മുടെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഫോട്ടിയ എന്ന് പറയുന്ന ഗോത്രവർഗക്കാർ. പൂക്കളുടെ താഴ്വര കാണപ്പെടുന്നു. പൂക്കളുടെ താഴ്വരയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പെട്ടെന്നൊന്ന് നോക്കാം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നീരൊഴുക്ക്. ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ ഒരു തുടർച്ചയാണ്. ഗ്രേറ്റ് ഹിമാലയം, ലെസർ ഹിമാലയം, ശിവാലിക് നിര എന്നിവ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ധർമ്മശാല, മുസോറി, ഷിംല തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. പ്രധാനപ്പെട്ട ഡൂൺസുകളായിട്ടുള്ള ഡെറാഡൂൺ, ഹരിക്കേഡൂൺ എന്നിവയെല്ലാം ഇതിൽ കാണപ്പെടുന്നു. ഇതിൽ ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ആണ്. ഫോട്ടിയ എന്ന ഗോത്രവർഗക്കാർ അധിവസിക്കുന്നു ഇവിടെ. പൂക്കളുടെ താഴ്വര ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. അടുത്തതായിട്ട് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം അതിരിടുന്നു. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നേപ്പാൾ ഹിമാലയം, കിഴക്ക് വശത്ത് ഭൂട്ടാൻ ഹിമാലയവും അതിരിടുന്നു. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ അറിയപ്പെടുന്നു. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണ്. ഉദാഹരണമായിട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ ഒഴുകുന്ന നദിയായിട്ടുള്ള ടീസ്റ്റ നദി. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. അതൊക്കെയാണ് ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ ഇവിടെ കാണപ്പെടുന്നു. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ഇന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ലബ്ജ ഗോത്രവർഗക്കാർ അധിവസിക്കുന്നതും ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ലാബ്ജ എന്ന് പറയുന്ന ഗോത്രവർഗക്കാർ അധിവസിക്കുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. പെട്ടെന്ന് നോക്കാം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ അതിരിടുന്നു. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ ആൽ അറിയപ്പെടുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണ്. ഉദാഹരണം ടീസ്റ്റ നദി. ഇന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നതും ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ലാബ്ജ ഗോത്രവർഗക്കാർ അധിവസിക്കുന്നു. അതും ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ പ്രത്യേകതകളാണ്. അടുത്തതായി അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയം ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. അരുണാചൽ ഹിമാലയം ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്കുള്ള ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നത് അരുണാചൽ ഹിമാലയമാണ്. ജൂമിംഗ് കൃഷിരീതി തുടരുന്നതും അരുണാചൽ ഹിമാലയത്തിലാണ്. ജൂമിംഗ് എന്നറിയപ്പെടുന്ന കൃഷിരീതി ഇപ്പോഴുമുള്ളത് അരുണാചൽ ഹിമാലയത്തിലാണ്. മോൻപ, ദഫ്ല, മിസ്മി, അബോർ, നാഗന്മാർ തുടങ്ങിയ ഗോത്രവർഗക്കാർ കാണപ്പെടുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ്. മോൻപ, ദഫ്ല, മിസ്മി, അബോർ, നാഗന്മാർ തുടങ്ങിയ ഗോത്രവർഗക്കാർ കാണപ്പെടുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ്. അരുണാചൽ ഹിമാലയം പ്രത്യേകതകൾ: ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്കുള്ള ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ജൂമിംഗ് കൃഷിരീതി തുടരുന്നതും അരുണാചൽ ഹിമാലയത്തിലാണ്. മോൻപ, ദഫ്ല, മിസ്മി, അബോർ, നാഗന്മാർ തുടങ്ങിയ ഗോത്രവർഗക്കാരെ കാണപ്പെടാം അരുണാചൽ ഹിമാലയത്തിൽ. അടുത്തതായി കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. വടക്ക് പട്കായി ബം,
നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ലുഷായ് കുന്നുകൾ അറിയപ്പെടുന്നത് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളുമാണ്. വടക്കായിട്ട് പട്കായ് ബം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ലുഷായ് കുന്നുകളാൽ അറിയപ്പെടുന്നു കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും, ട്രാൻസ് ഹിമാലയസ്. ബരക് ആണ് ഇതിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി, ബരക് നദി. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായിട്ടുള്ള ലോക്താക് തടാകം കാണപ്പെടുന്നതും കിഴക്ക് കുന്നുകളും പർവ്വതങ്ങളും എന്നുള്ള ഈ ഒരു മേഖലയിലാണ്. എല്ലാ ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായിട്ടുള്ള ലോക്താക് തടാകം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മൃദുവായതും ദൃഢീകരിക്കാനാകാത്തതുമായിട്ടുള്ള നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട മൊളാസിസ് തടം മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മുടെ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. മൃദുവായിട്ടുള്ളതും ദൃഢീകരിക്കാനാകാത്തതുമായിട്ടുള്ള നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട മൊളാസിസ് തടം മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നു. മൊളാസിസ് തടം മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയം, അതിൻ്റെ നദീ താഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4 തരംതിരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സർ സിഡ്നി ബുറാർഡ് ആണ് നദീ താഴ്വരയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4 തരംതിരിച്ച വ്യക്തി. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം സ്ഥലം, സ്ഥാനം, ദൂരം പ്രകാരം 4 നോക്കാം. അതെങ്ങനെയെന്ന് തരംതിരിച്ചെന്ന് നോക്കുമ്പോൾ, ഒന്നാമതായി പഞ്ചാബ് ഹിമാലയം, സിന്ധുവും സത്ലജിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഹിമാലയമാണ്. ഏകദേശം ദൂരം 500 കിലോമീറ്റർ. അടുത്തതായി കുമയൂൺ ഹിമാലയം, സത്ലജിനും കാളിക്കും ഇടയായിട്ട് സ്ഥിതി ചെയ്യുന്നു കുമയൂൺ ഹിമാലയം. 320 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കുമയൂൺ ഹിമാലയത്തിന്. അടുത്തതായി നേപ്പാൾ ഹിമാലയം, കാളി നദിക്കും ടീസ്റ്റയ്ക്കും ഇടയ്ക്ക് ആയിട്ട് സ്ഥിതി ചെയ്യുന്നു നേപ്പാൾ ഹിമാലയം. ഏകദേശം 800 കിലോമീറ്റർ ആണ് നേപ്പാൾ ഹിമാലയത്തിന്റെ ദൂരം വരുന്നത്. ആസാം ഹിമാലയം, ടീസ്റ്റയ നദിക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ആസാം ഹിമാലയം. 750 കിലോമീറ്റർ ദൂരത്തോളം വരുന്നുണ്ട് ആസാം ഹിമാലയം. അപ്പോൾ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം, അതിന്റെ സ്ഥലം, സ്ഥാനം, ദൂരമാണ് നമ്മൾ പറഞ്ഞു വന്നത്. 4 തരംതിരിച്ചു. പഞ്ചാബ് ഹിമാലയം, സിന്ധുവിനും സത്ലജിനും ഇടയ്ക്കായിട്ട് 500 കിലോമീറ്റർ ദൂരം. കുമയൂൺ ഹിമാലയം, സത്ലജിനും കാളി നദിക്കും ഇടയ്ക്കായിട്ട് 320 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. മൂന്നാമതായി നേപ്പാൾ ഹിമാലയം, കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു 800 കിലോമീറ്റർ ദൂരമുണ്ട്. നാലാമതായി ആസാം ഹിമാലയം, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു 750 കിലോമീറ്റർ ആണ് ആസാം ഹിമാലയത്തിന്റെ ദൈർഘ്യം വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് വൈസ് വീഡിയോ, ഹിമാലയത്തെക്കുറിച്ചും അതിൻ്റെ ഉപവിഭാഗങ്ങളെക്കുറിച്ചുമുള്ള ഈ ഒരു ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.